ഭഗവത്ഗീത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. പൊതുവെ സ്വാമിമാർക്ക് മാത്രമായിട്ടുള്ള ഒരു ഗ്രന്ഥമല്ല ഭഗവത്ഗീത, അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഗ്രന്ഥമല്ല ഭഗവത്ഗീത. ഭഗവത്ഗീത എല്ലാവരുടെ കയ്യിലും കാണണം. ഒരു വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അത്രയും ഗീത കാണണം. ഭഗവത്ഗീത എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഡയറി പോലെ ആയിരിക്കും. നമ്മുടെ മൊബൈൽ ഫോൺ, പേഴ്സണൽ മൊബൈൽ ഫോൺ, അതേപോലെ നമ്മുടെ പേഴ്സണൽ ബുക്കായിരിക്കണം ഭഗവത്ഗീത. എത്രത്തോളം പ്രാവശ്യം വായിക്കാൻ പറ്റുന്നോ അത്രത്തോളം പ്രാവശ്യം ഭഗവത്ഗീത വായിച്ചിരിക്കണം. അതിന്റെ ഡീപ്പ് മീനിങ് ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കണം. സത്യം ഞാൻ വെറുതെ പറയുള്ളൂ, അത്രയ്ക്ക് ഡീപ്പ് മീനിങ് ഉണ്ട്. 18 വർഷം ഓരോ ദിവസവും 18 അധ്യായങ്ങൾ വായിച്ചാലും പുതിയ പുതിയ മീനിങ് നിങ്ങൾക്ക് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. 18 ജന്മങ്ങൾ അങ്ങനെ കളഞ്ഞാൽ പോലും ഇനി വായിക്കുമ്പോൾ വീണ്ടും പുതിയ മീനിങ് കിട്ടും. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് ഭഗവത്ഗീത. കൊച്ചുകുട്ടികൾ വായിക്കുമ്പോൾ അത് മനസ്സിലാകത്തില്ലെന്ന് വിചാരിക്കും, പക്ഷെ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഭഗവത്ഗീത മാറും എന്നുള്ളതാണ്. റിയൽ ട്രാൻസ്ഫോമർ ആണ് ഈ ഭഗവത്ഗീത. മുന്നിലുള്ള വ്യക്തി എങ്ങനെയാണോ അതിനനുസരിച്ച് ഈ ഭഗവത്ഗീത മാറുന്നത്.